Hello my dears, welcome to ACS online class. നമുക്കിനി പ്രാക്ടീസ് ബുക്കിനെ കുറച്ച് ഭാഗം കൂടെ പഠിച്ചു തീർക്കാനാണ് കേട്ടോ. പ്രാക്ടീസ് ബുക്ക് എടുത്തേ പേജ് നമ്പർ 61. കംപ്ലീറ്റ് ആസ് ഇൻ എക്സാമ്പിൾ. എക്സാമ്പിളുള്ള പോലെ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഫസ്റ്റ് റൗണ്ടിൽ 8+4 എന്താണ് 12 അല്ലേ. 8+4 12. ആ 12നെയും 8നെയും 4നെയും എങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും? 8ഉം 4ഉം അല്ലെങ്കിൽ 8ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും അല്ലേ. അപ്പൊ 12 - 8 എന്ന് ചെയ്താലോ 12 നിന്ന് 8 കുറച്ചാലോ 4 ഉത്തരം കിട്ടും. നേരെ മറിച്ച് 12 - 8 4 ചെയ്താലോ ഉത്തരം 8 എന്ന് കിട്ടും അല്ലേ. നോക്കാം. ഇനി അടുത്ത 7 + 6 എന്താണ് ഉത്തരം? എല്ലാവർക്കും അറിയാമോ? 7 + 6 13 അല്ലേ. 7ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 എന്ന് കിട്ടും. അപ്പം 13 നിന്ന് 7 കുറച്ച് കളഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും അല്ലേ. അപ്പൊ 13 നിന്ന് 6 കുറച്ച് കളഞ്ഞാൽ എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ ആ ഫസ്റ്റ് മോളിലത്തെ ആ റൗണ്ടിൽ 7 + 6 = 13 എന്ന് എഴുതാം. എന്നിട്ട് ആ താഴത്തെ ആ രണ്ട് ബോക്സുകളായിട്ട് ഒരു ബോക്സിൽ 13 - 7 = 6 അല്ലേ. 7 + 6 = 13 എന്നാണ്. അപ്പൊ 13 നിന്ന് ഈ 7 കുറച്ചാൽ 13 - 7 = 6 എന്ന് കിട്ടും. വേറൊരു റിലേഷൻ, വേറൊരു കണക്ഷൻ. 13 - 6 = 7. ഈ 13 നിന്ന് 6 കുറച്ചാൽ ഉത്തരം എന്ത് കിട്ടും? 7 എന്ന് കിട്ടും അല്ലേ. ആ മൂന്ന് നമ്പേഴ്സ് എങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്? 7 + 6 = 13 എന്നാണ്. ഓക്കെ. അപ്പൊ 13 - 7 എന്ന് കൊടുത്താൽ ഇടക്കത്തെ നമ്പറായ 6 എന്ന് കിട്ടും. ഇനി 13 - 6 എന്ന് കൊടുത്താൽ ഫസ്റ്റ് നമ്പറായ 7 ഉത്തരം കിട്ടും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 9 + 4 = എന്താണ്? 13 എന്ന് ഉത്തരം കിട്ടും. 9 + 4 13 ആണ്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയൊക്കെ റിലേഷൻ വരുന്നത് നോക്കിക്കേ. 13 - 9 = 4 അല്ലെങ്കിൽ 13 - 4 = 9. സത്യമല്ലേ? എല്ലാവർക്കും മൈനസ് ചെയ്ത് നോക്കിക്കേ. 9 + 4 എന്ന് ചെയ്താൽ 13 ഉത്തരം കിട്ടും. അത് എളുപ്പം പറയാൻ പറ്റും അല്ലേ. അപ്പൊ 13 നിന്ന് 9 കുറച്ചാലോ ലെസ് ചെയ്ത് കളഞ്ഞാലോ മൈനസ് ചെയ്താലോ നടുക്കത്തെ നമ്പറായ 4 കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ 13 - 4 കൊടുത്താലോ 13 നടുക്കത്തെ നമ്പറോട് മൈനസ് ചെയ്ത് കൊടുത്താൽ ആദ്യത്തെ നമ്പറായ 9 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ അവിടെ എല്ലാവരും ഒന്ന് എഴുതണം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? 8 + 3. 8 + 3 എന്താണ് ഉത്തരം? 11 എന്നാണ് അല്ലേ. ശരിയല്ലേ. അപ്പോൾ 11 - 8 എന്ന് ചെയ്താൽ 3 എന്ന് ഉത്തരം കിട്ടും അല്ലെങ്കിൽ 11 - 3 എന്ന് ചെയ്താൽ 8 എന്ന് ഉത്തരം കിട്ടും. സത്യമല്ലേ മിസ് പറഞ്ഞത്? ഈ രണ്ട് നമ്പേഴ്സ് 8ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. ആ 11ൽ നിന്ന് 8 ആദ്യത്തെ നമ്പറായ 8 കുറച്ചാൽ സബ്ട്രാക്ട് ചെയ്താൽ അല്ലെങ്കിൽ മൈനസ് ചെയ്താൽ ഇടക്കത്തെ നമ്പറായ 3 എന്ന് ഉത്തരം കിട്ടും. ഇനി 11ൽ നിന്ന് 3 മൈനസ് ചെയ്താലോ ഫസ്റ്റ് നമ്പറായ 8 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. മനസ്സിലായ എല്ലാവർക്കും? ബാക്കിയുള്ളതെല്ലാം ചെറുക്കില്ലാത്ത ചെയ്യാൻ പറ്റുമോ? 6 + 8 എന്താണ്? 14 എന്നാണ് അല്ലേ. അപ്പൊ 14 - 6 = 8 എന്ന് നടുക്കത്തെ നമ്പറായ 8 എന്ന് ഉത്തരം കിട്ടും. ഇനി 14 - 8 എന്ന് എഴുതിയാലോ ആദ്യത്തെ നമ്പറായ 6 എന്ന് ഉത്തരം കിട്ടും. ഇനി 9 + 6 എന്ത് ഉത്തരം വരും? 15 എന്ന് വരും. സത്യമല്ലേ? 9 + 6 = 15 എന്ന് വരും. അപ്പോൾ 15 - 9 = 6 എന്ന് എഴുതാം അല്ലെങ്കിൽ 15 - 6 = 9 എന്ന് എഴുതാം. സത്യമല്ലേ? അല്ലേ. ഈ രണ്ട് 9ഉം 6ഉം ആഡ് ചെയ്താൽ 15 എന്ന് കിട്ടും. ആ 15ൽ നിന്ന് 9 കുറച്ച് കളഞ്ഞാൽ 15 - 9 ആണെങ്കിൽ 6 എന്ന് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ 15 - 6 ചെയ്താലോ ആദ്യത്തെ നമ്പറായ 9 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. എൻ്റെ ബാക്കിയുള്ളതെല്ലാം ചെയ്യണം കേട്ടോ. 3 + 9 = 12 ആണ്. അപ്പോൾ 12 - 3 = എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 12 - 9 ചെയ്താലോ ഫസ്റ്റ് നമ്പറായ 3 എന്ന് ഉത്തരം കിട്ടും. ഇനി 6 + 5 = 11 ആണ്. 11 - 6 ചെയ്താലോ 5 ഉത്തരം കിട്ടും. 11 - 5 ചെയ്താൽ 6 ഉത്തരം കിട്ടും. ഇനി 7 + 8 = 15 ആണ്. 15 - 7 ചെയ്താൽ ഉത്തരം 8 കിട്ടും. 15 - 8 ചെയ്താലോ ആദ്യത്തെ നമ്പറായ 7 കിട്ടും ഉത്തരം. 9 + 5 = 14. അപ്പോൾ 14 - 9 = 5 എന്ന് കിട്ടും. 14 - 5 = 9 എന്ന് കിട്ടും. താഴത്തെ രണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. ഉമ്മയുടെയോ ഇത്താഴുടെയോ ആരുടെയും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇനി കംപ്ലീറ്റ്
12 minus 5. Okay, 12 minus 5. 12 lines വരയ്ക്കുക, 5 lines കട്ട് ചെയ്ത് ഉത്തരം എന്ത് കിട്ടും? ഒന്ന് കൗണ്ട് ചെയ്തേ. 7 എന്ന് കിട്ടും. 13 minus 6. 13 minus ചെയ്യണം. 6 13 നിന്ന് 6 minus ചെയ്യുമ്പോൾ 13 lines വരയ്ക്കുക, 6 lines കട്ട് ചെയ്ത് എന്ത് കിട്ടും? ഉത്തരം 7 എന്ന് കിട്ടും. 11 minus 5. 11 lines വരച്ചു, 5 lines കട്ട് ചെയ്ത് കളഞ്ഞു. ഉത്തരം എന്ത് കിട്ടും? കൗണ്ട് ചെയ്തേ. ബാക്കി വരുന്ന ആ വരകളുടെ എണ്ണം എത്രയാണ്? 6. 15 minus 8 is equal to 7. 17 minus 9 എന്നൊക്കെ ചെയ്യുമല്ലോ. 14 minus 7. 11 minus 7. 12 minus 6. 18 minus 9. 17 minus 8. 14 minus 5. 16 minus 9 വരെയുള്ള ചെയ്യുക. ഇനി അടുത്തത് ഡാഷ് മൈനസ് 8 is equal to 4 എന്ന് കിട്ടും അല്ലേ? ഏതോ ഒരു വലിയ നമ്പറായ ഒരു നമ്പറിൽ നിന്ന് 8 കുറച്ചപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 4 എന്ന് കിട്ടി അല്ലേ? നമുക്കറിയാം ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് നമ്മൾ ഓരോ നമ്പർ കുറയ്ക്കത്തുള്ളൂ അല്ലെ? അപ്പൊ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പൊ ആ നമ്പർ നമുക്ക് എഴുതി നോക്കാം. ഡാഷ് മൈനസ് 8 is equal to 4 എന്ന് കിട്ടി. അപ്പൊ ഈ വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ആഡ് ചെയ്യണം അല്ലെ? 8 plus 4 എന്താണ്? 12. ഇവിടെ ഉത്തരം എന്ത് വരും? 12. 12 minus 8 is equal to 4. അടുത്ത ദിവസം നോക്കിക്കേ. ഡാഷ് മൈനസ് 6 is equal to എന്താണ്? 5. നമുക്ക് എഴുതി നോക്കാം. ഡാഷ് മൈനസ് 6 is equal to 5. ഏതോ ഒരു വലിയ നമ്പറിൽ നിന്ന് 6 കുറച്ചപ്പോൾ ഉത്തരം 5 എന്ന് കിട്ടി. അപ്പൊ ആ വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യണം അല്ലെ? 6 plus 5 is equal to 11. നമ്മുടെ ഉത്തരം എന്ത് എഴുതാൻ പറ്റും? 11. ഇങ്ങനെ എഴുതുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നീട്ടി എഴുതുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിക്കണം കേട്ടോ. ഇങ്ങനെ നീട്ടി എഴുതി നോക്കണം. എന്നിട്ട് എന്താണ് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് മൈനസ് 9 is equal to 2. ഏതൊരു വലിയ നമ്പറിൽ നിന്ന് 9 മൈനസ് ചെയ്ത് 9 മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ്? 9 plus 2 ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. സത്യമല്ലേ? അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് ആയ 9ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം 11 എന്ന് കിട്ടും. അപ്പൊ 11 മൈനസ് 9 is equal to 2 എന്നായിരുന്നു ഉത്തരം. അങ്ങനെ ഡാഷ് അത് തന്നെയാണ് സെയിം ക്വസ്റ്റ്യൻ. ഡാഷ് മൈനസ് 9 is equal to 2. 11 മൈനസ് 9 is equal to 2. അടുത്തത് ഡാഷ് മൈനസ് 8 is equal to 8. ഏതോ ഒരു വലിയ നമ്പർ മൈനസ് 8 is equal to 8 എന്ന് എഴുതി അല്ലെ? ഡാഷ് മൈനസ് 8 is equal to 8. അപ്പൊ ഈ വലിയ നമ്പറായ ഈ നമ്പറെ കണ്ടുപിടിക്കാൻ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. 8 plus 8 എത്രയാണ്? 16. അപ്പോൾ 16 minus 8 is equal to 8 ആണ്. അങ്ങനെ ചെയ്യുമല്ലോ. അടുത്തതിന് ഉത്തരം 12 ആണ്. പിന്നെ ഉത്തരം 10 ആണ്. അടുത്ത ദിവസം നോക്കിക്കേ. 10 minus 2 is equal to 8 എന്നാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇടക്കത്തെ നമ്പർ കണ്ടുപിടിക്കാനായി അത് ഈ അഡീഷണൽ സബ്ട്രാക്ഷൻ എല്ലാം ഇടക്കന്ന് കണ്ടുപിടിക്കാനും മറ്റൊന്ന് കണ്ടുപിടിക്കാനും ഉത്തരം കണ്ടുപിടിക്കാനും ഒക്കെ പറയും. അപ്പോൾ കൺഫ്യൂഷൻ ആണത്. അതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലംസ് ഈ പ്രാക്ടീസ് ബുക്കിൽ അഡീഷണൽ സബ്ട്രാക്ഷനുമായിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് കണക്കുകളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇടക്കത്തെ നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിലും അറ്റത്തത് കണ്ടുപിടിക്കാനാണെങ്കിലും ഉത്തരം കണ്ടുപിടിക്കാനാണെങ്കിലും എല്ലാം നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. 16 മൾട്ടിക്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 16 minus 10 is equal to 7. 16 എന്ന ഒരു വലിയ നമ്പറിന്റെ അടുത്ത് നിന്ന് ഏതോ ഒരു നമ്പർ കുറച്ചപ്പോൾ ഉത്തരം 7 എന്ന് കിട്ടി. ആ ഏതോ ഒരു നമ്പർ ആ നടുക്കത്തെ ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ നടുക്കത്തെ നമ്പറെ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഏറ്റവും വലിയ നമ്പറിൽ നിന്നായിരിക്കും ഒരു ചെറിയ നമ്പർ മൈനസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇവിടെ ആ ചെറിയ നമ്പർ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? 16 minus 7 ചെയ്യണം. ഓക്കെ, അപ്പോൾ 16 minus 7 ആകുമ്പോൾ എന്തായിരിക്കും ഉത്തരം? 9 കിട്ടും. അപ്പോൾ ഇവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? 9. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10 minus dash is equal to 4. 10 എന്ന നമ്പറിൽ നിന്ന് ഏതോ ഒരു നമ്പർ കുറച്ചപ്പോൾ 4 എന്ന ആൻസർ കിട്ടി. ആ നടുക്കത്തെ നമ്പർ ഈ വലിയ നമ്പറായ 10ൽ നിന്ന് ഏതോ ഒരു നമ്പർ കുറച്ചു. ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 10 minus 4 ചെയ്യണം. അപ്പോൾ എന്ത് ഉത്തരം വരും? 6 എന്ന് വരും. ആ 6 അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തതോ 11 minus dash is equal to 2. 11ൽ നിന്ന് ഏതോ ഒരു നമ്പർ കുറച്ചപ്പോൾ 2 എന്ന ഉത്തരം കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? 11 minus 2 ചെയ്യുന്ന ഉത്തരം എന്ത് കിട്ടും? 9 കിട്ടും. അപ്പോൾ എന്താ എഴുതി കൊടുക്കേണ്ടത്? 9.
ഇനിയോ 14 മൈനസ് ഡാഷ് ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും അല്ലേ. 8 നോക്കാം. 14 മൈനസ് ഡാഷ് ഇസ് ഈക്വൽ ടു 8. ആ നടുക്കത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 14ന്റെ കൂടെ ഈ 8 മൈനസ് ചെയ്യണം. 14 മൈനസ് 8 എന്താണ്? 14 മൈനസ് ഡാഷ് ഇസ് ഈക്വൽ ടു 6 എന്നാണ്. 14 മൈനസ് 6 എത്ര എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ. ഇനി 15 മൈനസ് ഡാഷ് ഇസ് ഈക്വൽ ടു 9. 15ന്റെ കൂടെ ഏതോ ഒരു നമ്പർ അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. 15ന്റെ കൂടെ ഏതോ നമ്പർ കുറഞ്ഞപ്പോൾ 9 എത്ര കിട്ടും? 15 മൈനസ് 9 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 6 ആയിരിക്കും നടുക്ക് വരുന്നത്. ഓക്കെ. ലാസ്റ്റ് ദിവസം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തോളൂല്ലോ. 15 മൈനസ് ഡാഷ് ഇസ് ഈക്വൽ ടു 7. അപ്പോൾ എന്ത് ചെയ്യണം? 15 മൈനസ് 7 ചെയ്യുമ്പോൾ നടുക്കത്തെ നമ്പർ കിട്ടും അല്ലേ. ഓക്കെ. ഇനി പേജ് നമ്പർ 63. Roy has 8 chocolates. His sister has 6 chocolates. അങ്ങനെ റോയിയുടെ കയ്യിൽ 8 ചോക്ലേറ്റ്സ് ഉണ്ട്. 8 ചോക്ലേറ്റ്സ് ഉണ്ട്. അവൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ അല്ലേ, റോയുടെ സിസ്റ്ററിൻ്റെ കയ്യിൽ അനിയത്തിൻ്റെ കയ്യിൽ 6 ചോക്ലേറ്റ്സ് ഉണ്ട്. How many chocolates do they have all together? അങ്ങനെയെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കൈകളിലായിട്ട് എത്ര ചോക്ലേറ്റ്സ് ഉണ്ടാവും? അപ്പോൾ നോക്കിക്കേ. നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് റോയ് ഹാസ്. റോയ്ക്ക് എത്ര ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു? അവിടെ എഴുതിക്കുക എല്ലാവരും. 8. That is equal to 8. Number of chocolates Roy's sister has. റോയുടെ സഹോദരിക്ക് എത്ര ചോക്ലേറ്റ് ഉണ്ടായിരുന്നു? 6. അവിടെ എഴുതിക്കുക എല്ലാവരും. 6. Therefore total number of chocolates. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കണ്ണിങ്ങളുടെ കൈകളിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 + 6 ചെയ്യണം അല്ലേ. അപ്പോൾ 8 + 6 ചെയ്തേ. ആ 10s 1s കിടക്കുന്നില്ലേ? അവിടെ എന്താ എഴുതുന്നത്? 1siന്റെ അവിടെ ഈ 8 6 എന്ന് ഉള്ള ആ രണ്ട് നമ്പേഴ്സിനും എന്താണ്? 1s മാത്രമേ ഉള്ളൂ. ഒറ്റ ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 1s മാത്രമേ ഉള്ളൂ. 1siന് താഴെ 8 എഴുതുക പ്ലസ് പുറത്ത് എഴുതുക പ്ലസ് 6. 8 + 6 എന്താണ്? എന്ത് കിട്ടും? ഓക്കെ 14. 14 എങ്ങനെ എഴുതുന്നത്? 14 രണ്ട് ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 10siന്റെ അടിയിലാണ് 1ഉം 1siന്റെ അടിയിലാണ് 4ഉം അല്ലേ. അങ്ങനെ എഴുതണം. ഓക്കെ. അപ്പോൾ 10siന്റെ Tയുടെ അടിയിൽ 1 ആയിട്ട് എഴുതുക. പിന്നെയോ ഓയുടെ അടിയിൽ 4 എഴുതുക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റീന പ്ലക്ക്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ഇസ് ഈക്വൽ ടു 14. നമ്മൾ എഴുതുക 14. റീന പ്ലക്ക് 9 മാംഗോസ്. റീന ഒരു 9 മാങ്ങ പറിച്ചിട്ടുണ്ട്. ഷീന പ്ലക്ക് 8 മാംഗോസ്. ഷീനയോ 8 മാംഗോസ് എടുത്തു, പറിച്ചെടുത്തു. Both put them together. രണ്ടുപേരുടെയും കിട്ടിയ മാംഗോസ് എല്ലാം ഒരുമിച്ച് വെച്ചു. How many mangoes are there now? അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര മാംഗോസ് ഉണ്ടായിരിക്കും? Number of mangoes റീന പ്ലക്ക്. റീന പറിച്ചെടുത്ത മാങ്ങകളുടെ എണ്ണം എത്രയാണ്? 9. That is equal to 9. അവിടെ എഴുതിക്കാൻ ഒരു പെൻസിൽ ഉപയോഗിച്ച് 9. Number of mangoes ഷീന പ്ലക്ക്. ഷീന പ്ലക്ക് ചെയ്ത മാംഗോസിന്റെ എണ്ണം എത്രയാണ്? 8. അപ്പോൾ രണ്ടുപേരുടെ ടോട്ടൽ ആയിട്ട് ആഡ് ചെയ്യണം അല്ലേ. രണ്ടുപേരുടെയും മാങ്ങകളിൽ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി 9 + 8 ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് ഇസ് ഈക്വൽ ടു 9 + 8. അപ്പോൾ 9 എന്ന നമ്പറിന്റെ 1siന്റെ അടിയിൽ എഴുതുക. 6 എന്ന നമ്പർ 8 എന്ന നമ്പർ 1siന്റെ അടിയിൽ എഴുതുക. ആഡ് ചെയ്യാം. 9 + 8 എന്ത് വരും? 17 വരും. 17 അല്ലേ. 17 എന്ന നമ്പറോ 1siന്റെ അവിടെ 7 എഴുതുക. 10siന്റെ അവിടെ 1 എഴുതുക അല്ലേ. 17 എന്ന നമ്പറിൽ 2 ഡിജിറ്റ് ഉണ്ട്. 1siന്റെ അവിടെ 7ഉം 10siന്റെ അവിടെ 1ഉം അല്ലേ. 17. ഓക്കെ. അപ്പോൾ അവിടെ എഴുതിക്കുക എല്ലാവരും. ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് ഇസ് ഈക്വൽ ടു 17. അനിൽ ബോട്ട് 7 നോട്ട്ബുക്സ്. അനിൽ 7 നോട്ട്ബുക്സ് വാങ്ങിച്ച്. ഇനി മീന ബോട്ട് 6 നോട്ട്ബുക്സ്. മീന 6 നോട്ട്ബുക്സ് വാങ്ങിച്ചു. How many notebooks did they buy all together? അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും വാങ്ങിച്ച നോട്ട്ബുക്സുകളുടെ എണ്ണം എത്രയാണ്? Number of notebooks Anil bought. That is equal to 7. അവിടെ എഴുതിക്കുക എല്ലാവരും 7. Number of notebooks Meena bought. മീന വാങ്ങിച്ച നോട്ട്ബുക്കുകളുടെ എണ്ണം എത്രയാണ്? 6. That is equal to 6. Total number of notebooks 7 + 6 ചെയ്യാം. 1siന്റെ അവിടെ 7, 6 അവിടെ തന്നെ ഇരിക്കും. ആഡ് ചെയ്തേ. 7 + 6 എത്രയാണ്? 13. ഓക്കെ. 13 എന്ന് എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ജിജോ ഹാസ് 14 oranges. ജിജുവിന്റെ കയ്യിൽ 14 oranges ഉണ്ട്. He ate 6 oranges. ജിജോ 6 ഓറഞ്ച് കഴിച്ചുപോയി.
Now how many oranges are remaining? ഇനി എത്ര ഓറഞ്ചസ് മിച്ചമുണ്ട്? അവിടെ എന്താണ് ബാലൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 14 മൈനസ് 6 ആ ചെയ്യണം. ടോട്ടൽ നമ്പർ 14 ഉണ്ട്. 6 ജിജോ കഴിച്ചു, 6 കുറഞ്ഞു, എണ്ണത്തിൽ കുറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മളിനി ബാലൻസ് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 14 മൈനസ് 6 ചെയ്യണം. Number of oranges Jijo has is equal to 14. അവിടെ എഴുതിക്ക് 14. Number of oranges Jijo 8. Jijo കഴിച്ച ഓറഞ്ചുകളുടെ എണ്ണം എത്രയാണ്? 6. അപ്പോൾ number of oranges remaining is equal to എന്താണ്? 14. ടെൻസിൻ്റെ അവിടെ 1ഉം 1സിൻ്റെ അവിടെ 4. 14 മൈനസ് 6 അല്ലേ? 14 മൈനസ് 6 ഉത്തരം എന്താണ്? 8. 8 1സിൻ്റെ അവിടെ എഴുതി അല്ലേ? 8. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. There were 15 sparrows. Sparrows എത്രയാണ്? 15 sparrows ഉണ്ടായിരുന്നേ, കിളികൾ ഉണ്ടായിരുന്നു. In a cage, ഒരു കൂട്ടിൽ. 9 of them flew away. 9 പറന്നുപോയി. How many sparrows are there in the cage now? അങ്ങനെയെങ്കിൽ ഇനി എത്ര പാരറ്റ്സ് ആ കൂട്ടിനകത്ത് മിച്ചമുണ്ട് എന്ന് കണ്ടുപിടിക്കണം. Number of sparrows in the cage is equal to എന്താണ്? 15. Number of sparrows that flew away. പറന്നുപോയ സ്പാരോസിന്റെ എണ്ണം എത്രയാണ്? 9. അപ്പോൾ എത്ര എണ്ണം മിച്ചം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 15 മൈനസ് 9. Number of sparrows remaining is equal to 15 minus 9. 15 minus 9. 15 minus 9 എന്താണ്? 6 അല്ലേ? 6 അത് കിട്ടും. ഓക്കെ, പേജ് നമ്പർ 63 വരെയുള്ള വേർബ്സ് എല്ലാവരും ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. മിസ് എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ നമ്മളിത് ഇത്ര ആയപ്പോൾ തന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റിൽ പഠിക്കണ്ടേ? അഡീഷൻ സബ്ട്രാക്ഷൻ എവിടെ നിന്ന് ഏത് നമ്പേഴ്സൊക്കെ ലെസ് ചെയ്യണം, ആഡ് ചെയ്യണം, എങ്ങനെയൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം സ്പെല്ലിങ്ങും എല്ലാം കൃത്യമായിട്ട് ഇതോടുകൂടി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ ബാക്കി ഭാഗങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ട് നമ്മൾ ഇനി പ്രാക്ടീസ് ബുക്ക് എടുക്കുന്നുള്ളൂ. അപ്പം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പ്രാക്ടീസ് ബുക്ക് സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, എന്താണ് ഹോംവർക്ക് ചെയ്ത് ക്രയോൺസും പെൻസിലും ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രാക്ടീസ് ബുക്കിൽ ഹോംവർക്ക് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ഇട്ട് തരണം. എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. ഓൾ ദ വേ.